എന്തുവാ എന്തുവാ നോക്കട്ടെ. ഫ്ലാഗോ? അവിടെ നിന്ന് കാണീര് ബാക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നന്ദമോൾ ഈ എടുത്തുകൊണ്ട് വരുന്ന സാധനം നമ്മൾ ഓർഡർ ചെയ്ത ലൈറ്റാട്ടോ, റിംഗ് ലൈറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വെക്കേഷനല്ലേ, അപ്പോൾ വീഡിയോ ഇവിടുത്തെ ക്യാമറാമാൻ നന്ദമോളാട്ടോ. പക്ഷെ നന്ദ എനിക്ക് വീഡിയോ ഒരു 2-3 പ്രാവശ്യം അടിയിട്ടതിന് ശേഷം മാത്രമേ ഒരു വീഡിയോ എനിക്ക് എടുത്തു തരൂ. അതും കുളമാക്കിയായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുത്ത് നല്ല പാടായിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു റിംഗ് ലൈറ്റ് മേടിച്ച് സ്റ്റാൻഡുമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, ട്രൈപോഡ് സെറ്റ്. പക്ഷേ നല്ല 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നന്ദ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫ്ലാഗിൻ്റെ ഷേപ്പിൽ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവളങ്ങനെ കളിയാക്കി ജോക്കൊക്കെ പറഞ്ഞ് കൊണ്ടുവരാം. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് കൊറിയർ വന്നത്. അവളത് മേടിച്ചിട്ട് വന്ന് അവൾ തന്നെ പൊട്ടിച്ച്. അപ്പോൾ എന്ത് സാധനം വീട്ടിൽ വാങ്ങിച്ചാലും നന്ദമോൾ തന്നെ പൊട്ടിക്കണം, അങ്ങനെയാണ്. അപ്പം ഞാൻ പൊട്ടിച്ചപ്പോഴേ പറഞ്ഞു, നീ ഇത് മൊത്തത്തിൽ കുളമാക്കി പൊട്ടിക്കരുത്, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടായോ, ആ രീതിയിൽ പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ അവൾക്ക് അത് കാണാനുള്ളൊരു ആങ്സൈറ്റി കൊണ്ടും അത് നല്ല തകർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയോ കീറി, അതിൻ്റെ ബില്ല് തന്നെ ആദ്യമേ വലിച്ച് കീറി കളഞ്ഞ്. അങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് തന്നെ കീറിയെടുത്ത്. അങ്ങനെ കീറി ഫസ്റ്റ് നമ്മുടെ റിങ് ലൈറ്റാട്ടോ. അപ്പം ആ റിങ്ങാണ് കണ്ടത്. അപ്പോൾ സംഭവം അവളും കണ്ടില്ലായിരുന്നു ഇതെന്തോ ഞാൻ ബുക്ക് ചെയ്തിരുന്നതെന്നുള്ളത്. അങ്ങനെ റിംഗ് ലൈറ്റിൻ്റെ ആ ഫസ്റ്റ് ബോക്സ് എടുത്തു. ഫസ്റ്റ് ബോക്സിൽ അത് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്കിലും ഒന്ന് നേരെ ചൊവ്വേണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വീണ്ടും അവൾ തന്നെ അത് തുറന്നു. അപ്പോൾ തുറന്നപ്പം അതിന് ഡാമേജ് ഒന്നും ഇല്ല, ആ റിങ്ങിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഓൺ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തത് അതിൻ്റെ സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതും ഒരു സൈഡ് കൊണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞാനും നന്ദമോളും കൂടെ അത് ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പം എന്തൊക്കെയോ നട്ട്, അതിനകത്ത് മാനുവലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഗൂഗിളിനകത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തു. പക്ഷേ ഒരു പണി കിട്ടിയതെന്ന് വെച്ചാൽ, ഈ ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ താഴെ വീഴുന്നു. അപ്പം ഇത് ഇങ്ങനെയാണോ സംഭവം? അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ നിൽക്കേണ്ടത്. അപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡ് ചെക്ക് ചെയ്തപ്പോൾ സ്റ്റാൻഡും ചടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളത് റിട്ടേൺ അടിച്ചു.